സത്രി അവസാന മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം പോലെയായോ ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം? അങ്ങനെയാണെങ്കിൽ അത് ജനക്ഷേമം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെ നൽകേണ്ടി വരും. യെസ്, അതാണ് കറക്റ്റ്. മഞ്ജുഷ, ഇത് നമ്മളൊരു 10 വർഷത്തിന് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് അവരെ നയിച്ച ഒരുപാട് സമരങ്ങളുണ്ട്, അവരെ മുന്നോട്ട് വെച്ച ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്, അവര് മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒരു ഫലിതമായിട്ടാണ് പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നത്. വാഗ്ദാനം തരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ എത്രയോ കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ട്. ഈ വാഗ്ദാനം തന്നിട്ട് മുങ്ങുന്ന നേതാവ് പിന്നെ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലെയാണ് വാക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് തൊഴിൽ എന്നുള്ള നായന സർക്കാരിന്റെ വാഗ്ദാനമാണ് ഏറ്റവും കൂടുതൽ അന്ന് പരിഹസിക്കപ്പെട്ടത്. 1 ലക്ഷം അല്ലായിരുന്നു. ഇപ്പൊ MP പറഞ്ഞില്ലേ 25 ലക്ഷം ആൾക്ക് തൊഴിൽ കൊടുക്കുന്നുള്ളത്. അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ ഒരു ഫലിത ബിന്ദുക്കളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സർക്കാർ വന്ന ഉടൻ തന്നെ അവർ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങൾ, അതിനകത്ത് 2 എണ്ണം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയ നല്ല തുടക്കമാണ്. അതിന്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ രണ്ടാമത് വരുന്ന ഒരു പോയിന്റ് ആണ്. പക്ഷെ ആ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഇവർ ഈ വാഗ്ദാനം നൽകാൻ തീരുമാനിച്ചത്. കാരണം ഒരു പാർട്ടിയുടെ പ്രകടന പത്രികയിൽ 5 അല്ലെങ്കിൽ 6 ഇനങ്ങൾ ഉൾക്കൊള്ളിക്കുമ്പോൾ ഇത് കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്രയാണ്, ഇത് എങ്ങനെയൊക്കെ താങ്ങാൻ കഴിയും, ഇതെങ്ങനെയാണ് നമ്മളിത് മാനേജ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ സാമ്പത്തിക വിദഗ്ധരുമായിട്ട് കൂടിയാലോചിച്ചും, കാരണം കോൺഗ്രസ് പാർട്ടിക്കൊക്കെ അവരുടേതായ ഇതിന്റെ വിങ്ങും പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ പിന്തുണയും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് കൃത്യമായിട്ട് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ ധാരണ അവർക്കുണ്ടാവണം. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന തീരുമാനങ്ങൾ തുടക്കത്തിൽ വന്നിട്ടില്ല. ഉദാഹരണമായിട്ട് ഇൻഷുറൻസ് പദ്ധതി പോലെയുള്ള ആനുകൂല്യങ്ങൾ നിലവിൽ വന്നിട്ടില്ല. പക്ഷെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന ആനുകൂല്യങ്ങൾ, ഒന്നാമത് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത് നേരത്തെ തന്നെ ഉയർന്ന ഒരു ഡിമാൻഡായിരുന്നു. അതിനെ വളരെ അനുഭാവപൂർവ്വമാണ് ആ സമരത്തെ UDF നോക്കിക്കാണുകയും പിന്തുണയ്ക്കുകയും ചെയ്തത്. കേരളത്തിൽ തന്നെ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സമരങ്ങളിൽ ഒന്നുകൂടിയാണ് ആശമാരുടെ സമരം. അപ്പൊ ആ ആശമാരുടെ സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ച് UDF അധികാരത്തിൽ കയറുമ്പോൾ അവർക്ക് ന്യായമായിട്ട് ഒരു ഓണറേറിയത്തിൽ വർധനവ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഒരു വാക്ക് പാലിക്കാനുള്ള സർക്കാരാണ് എന്ന് പറയുന്ന ഒരു സൂചന കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാക്ക് കൊടുക്കാതെ തന്നെ അംഗൻവാടിക്കാരുടെയും നഴ്സറി പ്രീ പ്രൈമറി അധ്യാപകരുടെയൊക്കെ ശമ്പളം കൂട്ടി എന്ന് പറയുന്നതും ഈ പറഞ്ഞ ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് സന്തോഷം എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനി അടുത്തത് ഈ KSRTCയിലെ വനിതകളുടെ സൗജന്യ യാത്രയാണ്. അപ്പൊ ഇത് പലരും ആൾക്കാർ പരിഹരിച്ചിട്ടുണ്ട്, KSRTCയെ തകർക്കാൻ അല്ലെ തകരുമെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. അത് കാരണം ഈ തുക സർക്കാർ കൊടുക്കും. പക്ഷെ ഇതുപോലെ തകരുന്ന വേറൊരു വിഭാഗമുണ്ട്, അത് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ആണ്. അവർ ഓൾറെഡി ഇതിനകത്ത് അവരുടെ കൺസേൺസ് അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം KSRTCയിൽ മുഴുവൻ സ്ത്രീ യാത്രക്കാരും KSRTCയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ്സുകളിൽ കയറുന്ന മനുഷ്യരുടെ എണ്ണം പകുതി നഷ്ടപ്പെടുകയാണ്. 50% വരുമാന നഷ്ടം കുറഞ്ഞ പക്ഷം പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവും. അപ്പൊ ഈ പ്രൈവറ്റ് ബസ് ആ ഒരു സംഭവം അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം 10,000-കണക്കിന് പ്രൈവറ്റ് ബസ്സുകൾ ഇന്ത്യ കേരളത്തിലുണ്ട്. അപ്പൊ അവരുടെ ഒരു മൊത്തത്തിൽ ലൈവ്ലിഹുഡിന് ഒരു വലിയ ആഘാതമായി മാറുമോ എന്നൊരു സംശയമുണ്ട്. കാരണം KSRTC ചിലപ്പോൾ ഇതുവഴി രക്ഷപ്പെടുമായിരിക്കും. കാരണം KSRTCയിലേക്ക് മുഴുവൻ സ്ത്രീ യാത്രക്കാരും കടന്നു വരുന്നതോട് കൂടിയിട്ട് ആ പൈസ സർക്കാർ കോമ്പൻസേറ്റ് ചെയ്യുന്നതോടുകൂടി KSRTCക്ക് വൻതോതിൽ വരുമാന വർധനവ്, അതായത് കൃത്യമായിട്ട് സർക്കാർ പൈസ കൊടുത്താൽ ഒരു വൻതോതിൽ വരുമാന വർധന ഉണ്ടാവും. പക്ഷേ അത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ ഏത് രീതിയിലാണ് KSRTCയുടെ നഷ്ടം നികത്താൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആ മാനദണ്ഡം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഊഹാപോഹങ്ങളിൽ നിന്ന് പറയാൻ പറ്റുകയില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. അതെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.